എന്തിനാ മരുള്? സമയം എത്രങ്ങാനുമായി? എന്തായാലും ഈ 7 മണി കഴിഞ്ഞിട്ടുണ്ടാവൂലേ? 7 മണി കഴിഞ്ഞിക്കണമെങ്കിൽ എനക്കെന്താ? ഈ ജോലിയൊക്കെ നിങ്ങൾ എടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് മരുവോള്? നമുക്ക് അങ്ങനെ ഒരു മരുവോളം ആവശ്യമില്ലല്ലോ. ഈ ഇപ്പൊ കുറെ ആയിട്ട് ലേറ്റ് ആയിട്ട് തന്നെയല്ലേ നീച്ചാല്? ഇപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഇന്നൊരു ദിവസം മാത്രം കുറച്ച് നേരത്തെ നീച്ചിക്കണം വിചാരിച്ചിട്ട്. ഇന്നെ പോലെയാണമ്മ ഓള്. ഓള് ഇവിടുത്തെ മരുവോളല്ലേ, ഞാൻ ഈ വീട്ടിലെ മകളല്ലേ. മകളും മരുവോളും എന്താ തമ്മിൽ മാറ്റം? മകള് എന്ന് പറഞ്ഞാല് സൂയിച്ച് ഇങ്ങനെ ഇരിക്കാനും, മരുമോള് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനും ആണോ? അതിപ്പോ എവിടത്തതാണ്? അങ്ങനെയൊക്കെ ഉണ്ടാവും. പണിയെടുക്കാനല്ലെങ്കിലും ഓള് വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നതല്ലേ, അപ്പൊ അതിന്റെ ഒരു ബഹുമാനം എന്തായാലും ഓള് ഈ ഒരു വീട്ടിൽ കാണിക്കണ്ടേ? അതെങ്ങനെയാ? നിങ്ങളെ തലയിൽ കയറ്റി വെച്ചിക്കല്ലോ ഓളെ. ഓള് ഇവിടെ വന്ന് കാല് കുത്തിയതിന് ശേഷം പിന്നെ എനിക്ക് ഈ വീട്ടിലൊരു റോളും ഇല്ല. എന്തായിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ, ഞാൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഈ വീട്ടിലായോണ്ട് പനക്ക് സുഖം. അത് ഇവിടെ തന്നെ നടക്കുള്ളൂ, വേറെ എവിടെയോ നടക്കൂല. അന്റെ വർത്താനം കേട്ടാ തോന്നും ഈ എന്നെ കെട്ടിച്ചു കൊടുത്ത് 4 മണിക്ക് തന്നെ നീക്കാണ്. ഉമ്മ, ഇത് കൊണ്ടുവന്നോ പോരാ, പിന്നെ ഇതൊക്കെ എടുത്തു വെക്കലും നിങ്ങൾ തന്നെ ചെയ്യണോ? അതിനിപ്പോ എന്താ ഞാൻ എടുത്തു വെക്കണേന്? ഞാൻ എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണമ്മ. നിങ്ങൾ എന്തിനാണ് അങ്ങനെ സ്നേഹിക്കണത്? നിങ്ങൾ ആ കവറും പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ അതൊന്ന് വാങ്ങി വെക്കാനില്ല മര്യാദയിൽ ഓള് കാട്ടണ്ടേ? ഞാൻ കയറി വരുമ്പോ ഈ ഉണ്ടായിരുന്നല്ലോ ഫോണ് കളിച്ചോടെ ഇരിക്കണ്. അപ്പൊ നീയൊന്നും വാങ്ങി പിടിച്ചതൊന്നുമില്ലല്ലോ. മകളായ അനക്കേ അങ്ങനെ തോന്നിയില്ല, പിന്നെ ഇപ്പം മരിയോളായ ഇന്നും ഇന്നലെ കയറി വന്ന ആ പെൺകുട്ടീനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആദ്യം സ്വയം നന്നാ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ നന്നാക്കാട്ടോ. ഒന്നും പറഞ്ഞു തരാൻ പറ്റൂല, നിങ്ങളെ അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ലിയ, ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് നോക്കിയാ? ആ, രണ്ടും ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് ഉമ്മ. അത് നേരെ ടൗണിൽ പോയപ്പോ എടുത്താണ്. ഇപ്പൊ ഞാൻ എടുത്തല്ലേ എനിക്ക് ഒന്നെടുത്ത്, പിന്നെ എന്തിനാ എനിക്ക് 2 എണ്ണം ഒരുമിച്ച് എടുത്തിക്കണത്? അത് 2 അനക്കല്ല, ഒന്ന് ഇഷക്കാണ്. ഇഷക്കോ? ഇഷക്ക് എന്തിനമ്മ നിങ്ങൾ എടുത്തു കൊടുക്കണത്? ആശിക്ക് എടുത്തു കൊടുക്കൂലേ? അങ്ങനെയാണെങ്കിൽ അനക്ക് എന്റെ ഭർത്താവ് എടുത്തോട്ടെ വിചാരിച്ചാ പോരെ, ഞാനെന്തിനാ വെറുതെ എടുത്തേരുന്നേ? അനക്ക് എന്ത് എടുക്കണുണ്ടോ അത് ഇഷക്ക് കൊടുക്കും. അത് ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ഈ കാര്യം. അസൂയപ്പെട്ടിട്ട് കാര്യമല്ല. പെണ്ണ് കാണാൻ പോണതിന് മുന്നേ തന്നെ പറഞ്ഞതല്ലേ, കാണുന്ന പെണ്ണോ ഈയും എനിക്ക് ഒരേ പോലെയാണെന്ന്. എന്റെ ഭർത്താവ് എനിക്ക് മരുവനാണല്ലോ, ഞാൻ ആഷിഖിനെ കാണുന്ന പോലെ തന്നെ ലോനെയും കാണുള്ളൂ. ഇഷ, ചോറുന്നാ വാവ്, സമയം 1:30 ഇതുവരെ ഫുഡ് കഴിച്ച ഭയങ്കര വിശപ്പ്. വേം വാ. ഭക്ഷണമൊക്കെ റെഡിയാക്കി മുന്നിക്ക് വിളമ്പി വിളിച്ചാല് വരാൻ മാത്രം തിരക്കടില്ല. അപ്പൊ എവിടെ ആണെങ്കിലും ഓടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ഇന്നെന്താ സഹായിച്ച്? ഈയും വന്ന് ഇരിക്കന്നെയല്ലേ ഇവിടെ? അമ്മ, ഈശന്റെ കയ്യിൽ നിന്ന് ക്ലാസ് താഴെ വീണ് പൊട്ടി. ക്ലാസ്സോ? ആ അമ്മ താഴെ വീണു. അതിനിപ്പോ എന്താ? ഓള് പാത്രം കഴിക്കണതിന്റെ അടുക്ക് താഴെ വീണെന്നാണ് ഈ കാര്യം. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഇന്ന ചീത്ത അറിയലുണ്ടല്ലോ, എന്താ ഈശനെ ചീത്ത അറിയാത്ത നിങ്ങള്? അന്റെ ചീത്ത പറയണ എങ്ങനെ? ഈ ക്ലാസ് കൊണ്ട് എങ്ങനെ കളിച്ചല്ലേ? ഓള് അതല്ലേ, ഓള് പാത്രം കഴുകാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമ്പോ പൊട്ടിയതല്ലേ. അതിപ്പോ സോപ്പായാലും ആരെ കയ്യിൽ നിന്നും താഴെ വീഴും. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഓളെ ന്യായീകരിച്ച് നിങ്ങൾക്ക് തികയില്ല. ഈ ജിഷന്റെ പിന്നാലെ നടന്ന് ഓള് ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച അതാണ് എന്റെ പണി. 2 ചീത്ത ഇട്ടും വിചാരിച്ചതായിരുന്നു, നോക്കുക അതൊന്നും നടന്നില്ല. ആ അമ്മ, വലൈക്കും അസ്സലാം. എന്തായി, മരുന്നിനൊക്കെ പോയോ? ഇല്ലേ?
എന്തമ്മ അങ്ങനെ പറഞ്ഞു പോവാണ്ടിരിക്കാഞ്ഞ്? നിന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെയുന്നോ? ഞാൻ ശരിയാക്കൂലേനു കാക്കൂൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. എന്തായാലും വേണ്ടില്ല, നാളെ ഇന്ന് പോയി നോക്കി. ക്യാഷ് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് രാവിലെ ഞാൻ വിട്ടുതരാം. ആ എന്തായാലും വേണ്ടില്ല, രാവിലെ പോയി നോക്കി. പിന്നെ ബസ്സിന് ഓട്ടോക്കെ ഒന്ന് പോവാൻ നിൽക്കണ്ടട്ടമ്മ. വണ്ടി വിളിച്ച് പോയിക്കോണ്ടേ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാമ്മ. ആ അതൊന്നും ആലോചിച്ചുമ്മ ബേജാറാകണ്ട. എന്നാ ഹോസ്പിറ്റലിൽ പോയി നോക്കി. അസുഖല്ലേ വലുത്. എന്താ നിങ്ങൾ പറയണേ? കാക്കൂന് അതൊന്നും ഒരു വിഷയമല്ല. ആ ആ ആയിക്കോട്ടെ. ആ ശരിമ്മ. ആ എന്നൊന്നും മറക്കണ്ട, രാവിലെ പോവാൻ നോക്കി. ആ ശരി.